കോഡ് കൊടുക്കാൻ നോക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ? ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. The city we visited last summer was calm. അവിടെ എന്താണ് ആ സിറ്റിയെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ തരികയാണ്. അവിടെ ആ സിറ്റിയാണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ആ സിറ്റിയാണ്. ആ സിറ്റി കാം ആയിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. ഓക്കെ, വലിയ കോലാഹലമൊന്നും ഇല്ലാത്ത സന്തോഷമുള്ള കാം ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. ആ സിറ്റിക്ക് നമുക്ക് കുറച്ച് വിശേഷണം കൊടുക്കുകയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഡ് യു സീ ഹൗ ഹ്യൂജ് ദാറ്റ് എലിഫന്റ് വാസ്? ആ എലിഫന്റ് എത്ര വലുതായിരുന്നു നിങ്ങൾ കണ്ടോ? അപ്പം ആ എലിഫന്റ് വലുതാണ്, വലിയ ഒരു എലിഫന്റ് ആയിരുന്നു. ആ എലിഫന്റ് ആണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഹ്യൂജ് എന്ന വേർഡ് ഉപയോഗിച്ച്. അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞേ, ആൻസർ റൈസ് ചെയ്യുന്നോണ്ട് ചോദിച്ചാ കാണാൻ പറ്റാകിയോ കേൾക്കാൻ പറ്റാകിയോ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് വോയിസ് എല്ലാം വല്ലതും കട്ടായി പോകണം, പറയണം, ഞാൻ അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ, the weather today is beautiful. ആ വെതറിനെ പറ്റി പറയാണ്. ആ വെതർ എന്താണ്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതർ. ഓക്കെ, സുന്ദരമായ കാലാവസ്ഥ. ആ നൗണിന് കുറച്ച് ഇൻഫർമേഷൻ നൗണിന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ബ്ലൂ ഡ്രസ്, മൊത്തം വായിക്കുന്നില്ല. ബ്ലൂ ഡ്രസ്, നീല കളറുള്ള ഡ്രസ്. യങ് സിബ്ലിംഗ്, ഇളയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. ഇളയ ആ സിബ്ലിംഗ് എന്ന് ജസ്റ്റ് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. മൂത്തതാണോ ഇളയതാണോ നടുക്കത്തെ ആണോ ഒന്നും മനസ്സിലാകത്തില്ല. സോ എങ്ങനെന്ന് പറയുന്നത് മനസ്സിലായി, അവനേക്കാളും അല്ല അവനേക്കാളും ഇളയതാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി നമ്മൾ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവിനെ പറ്റി ഒരു ധാരണ കിട്ടിയല്ലോ. നമുക്ക് അറിയാവുന്ന കേസസ് ഒക്കെ തന്നെയാണ്. അവിടെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ഓക്കെ അല്ല. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത പാർട്ട് ഓഫ് സ്പീച്ച് ആണ് പ്രിപോസിഷൻസ്. ഓക്കെ, പ്രിപോസിഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു വസ്തുവിന്റെ പൊസിഷൻ കാണിക്കാനാണ്. അത് മുകളിലാണോ താഴെയാണോ മുമ്പിലാണോ പുറകിലാണോ സൈഡിലാണോ, ഈ വക വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് പ്രിപോസിഷൻസ്. അങ്ങനെയുള്ള വേർഡ്സ് ആണ് പ്രിപോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇൻ, ഔട്ട്, ബിസൈഡ്സ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിലോ, ഓപ്പോസിറ്റ് എതിരെ. ബിലോ എന്താണ്? താഴെ. ഇൻ ഫ്രണ്ട് ഓഫ് തൊട്ട് മുന്നിൽ, ബിസൈഡ്സ് അരികത്ത്, ഔട്ട് ഇന്ന് പുറത്ത്, അകത്ത്, ഓണ്, ഓവർ. ഇങ്ങനെയുള്ള വേർഡ്സിനാണ് എന്ത്? പ്രിപോസിഷൻസ് എന്ന് പറയുന്നത്. പൊസിഷൻ കാണിക്കുന്ന വേർഡ്സ്, അതാണ് പ്രിപോസിഷൻസ്. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട ഈ വേർഡ്സ് ആണ്. ഈ പ്രിപോസിഷൻസ് നമുക്ക് ഒരു പാർട്ടായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഔട്ട്ലൈൻ പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. The teacher told us to draw lines on the page so we could write neatly. അവിടെ ആ ഓൺ എന്ന് പറയുന്നതാണ് പ്രിപോസിഷൻ. ബുക്കിൽ വരയ്ക്കാൻ. അപ്പൊ ഓൺ ദ പേജ്, ഓൺ ദ ടേബിൾ, ഓൺ ദ ചെയർ. അപ്പൊ ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. എപ്പോഴാണ് ഓൺ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഓവർ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഇൻ ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതൊന്ന് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഈ വേർഡ്സ് യൂസ് ചെയ്യാം. ഈ വേർഡ്സിനാണ് പ്രിപോസിഷൻ എന്ന് പറയുന്നത് മാത്രം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിലേതാണ് പ്രിപോസിഷൻ, ഈ തന്നിരിക്കുന്നതിന് പ്രിപോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പ്രിപോസിഷൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, ദ ബോയ് ഹിഡ് ഹിസ് ടോയ്സ് അണ്ടർ ദ ബെഡ്. ഹൈഡിന്റെ പാസ്റ്റ് ആണെന്ത്? ഹിഡ് എന്ന് പറയുന്നത്. ബോയ് ഹിഡ് ഹിസ് ടോയ്സ് അണ്ടർ ദ ബെഡ്. ബെഡിന് താഴെ, ബെഡിന് അടിയിൽ ഒളിപ്പിച്ചു ടോയ്സ്. ഓക്കെ, അപ്പൊ അവിടെ അണ്ടർ എന്ന് പറയുന്നതാണ് പ്രിപോസിഷൻ. മൈ മദർ ആസ്ക്ഡ് മീ ടു ഗോ ടു ദ ഷോപ്പ് നിയർ മൈ സ്കൂൾ. മദർ എന്താണ്?
സ്കൂളിന് അടുത്തുള്ള നിയർ മൈ സ്കൂൾ, സ്കൂളിന് അടുത്തുള്ള ഷോപ്പിന് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ നിയർ പൊസിഷനാണ്. സ്കൂളിന്റെ എവിടെയാണ്? സ്കൂളിന് അടുത്താണ്. സ്കൂളിന് അകലെ ആയിരുന്നെങ്കിലോ ഫാർ ഫ്രം സ്കൂൾ എന്ന് പറയായിരുന്നു. നിയർ മൈ സ്കൂൾ, സ്കൂളിന് അടുത്താണ്. അവിടെ ഒരു പൊസിഷനാണ് കാണിക്കുന്നത്, ഷോപ്പിന്റെ പൊസിഷനാണ് കാണിക്കുന്നത്. ഓക്കെ, then the burglars jumped over the fence and ran away before we could catch them. Burglars ആരാ? കള്ളന്മാര്, അതിക്രമിച്ച് കയറുന്ന ആൾക്കാരാണ്. വീട്ടില് മോഷ്ടിക്കാൻ വേണ്ടി അതിക്രമിച്ച് കയറുന്ന ആൾക്കാരാണ് ഇത് ബർഗ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില വീടുകളിലൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കയറുമ്പോൾ അലാറം അടിക്കുന്നത്, അതിന് ബർഗ്ലർ അലാറം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ജംപ് ഓവർ, ആ ഓവർ എന്നുള്ള വേർഡാണ് ഇവിടെ എന്ത്? പൊസിഷൻ. ഓക്കെ, ഫെൻസ് എന്താണ്? മതില്. ഫെൻസിന് മുകളിലൂടെ ചാടിയായ ഓടിക്കളഞ്ഞു, അവർക്ക് പിടിക്കാൻ പറ്റുന്നതിന് മുന്നേ, ബിഫോർ വി കുഡ് ക്യാച്ച് ദം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രപ്പോസിഷൻസ്. ക്വസ്റ്റ്യൻസ് ചെയ്യാം, അന്നേരം എല്ലാം റെഡി ആയിക്കോളൂ. ഓക്കെ ആണോ? ആണെങ്കിൽ തംസപ്പ് ഇട്ടേ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഇനി അടുത്ത പാർട്ട് ഓഫ് സ്പീച്ച്, അതാണ് കൺജക്ഷൻസ്. ഡെഫിനിഷൻ നോക്കി. കൺജക്ഷൻസ് ആർ വേർഡ് യൂസ്ഡ് ടു കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ സെന്റൻസ്, ഫ്രേസസ് ഓർ ക്ലോസസ്. അതെല്ലാം വിട്ടേക്ക് ജസ്റ്റ് സെന്റൻസ് നോക്കുക. അതായത് ഒരു സെന്റൻസിൽ തന്നെ രണ്ട് പാർട്സിനെ അല്ലെങ്കിൽ രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നോക്കിയേ. ആൻഡ്, ഓർ, ഫോർ, യെറ്റ്, ഓൾദോ, എന്നിരുന്നാലും എന്നൊക്കെയുള്ള അർത്ഥം. രണ്ടിനെ കണക്ട് ചെയ്യാം. നമുക്ക് ആ ഒറ്റ വേർഡ് വെച്ചിട്ട് ഒരു അർത്ഥമില്ല. അത് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ സെന്റൻസിന് മൊത്തത്തിൽ ഒരു മീനിങ് വരുന്നത്. മീര, മീരയുടെ ആ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിയോ. മീര ആൻഡ് ആഷ അറൈവ്ഡ് അറ്റ് മൈ പാർട്ടി. അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ഈ മീരനെ ആഷയെ കണക്ട് ചെയ്യാനായിട്ടാണ് അവിടെ ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. മീര ആൻഡ് ആഷ അറൈവ് അറ്റ് മൈ പാർട്ടി. എന്റെ പാർട്ടിയിലേക്ക് ആരൊക്കെ വന്നു? മീര ആൻഡ് ആഷ. മീര, ആഷ അറൈവ് അറ്റ് മൈ പാർട്ടി എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന് ഒരു പൂർണ്ണതയില്ല. അപ്പൊ ഇവരെയും കൂടെ കണക്ട് ചെയ്യണം ആ പാർട്ടിയിലേക്ക്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് അവിടെ ആൻഡ് എന്ന് പറയുന്ന വേർഡ്. ആ ആൻഡ് എന്ന് പറയുന്ന വേർഡ് പാർട്സ് ഓഫ് സ്പീച്ചിൽ എവിടെ വരും? ഏത് പാർട്ടായിട്ട് വരും? കൺജങ്ഷൻസ് ആയിട്ട് വരും ആൻഡ്. Then Jane didn't attend work because she was unwell. എന്തുകൊണ്ടാണ് ജെയിൻ ആ വർക്ക് അറ്റൻഡ് ചെയ്യാണ്ടിരുന്നത്? ബിക്കോസ് ഷി വാസ് അൺവെൽ, അവർക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ബിക്കോസ് എന്ത് കാരണം? ഈ രണ്ട്, ജെയിൻ ഡിഡിന്റ് അറ്റൻഡ് വർക്ക് അതൊരു പാർട്ട്, ഷീ വാസ് അൺവെൽ അത് മറ്റൊരു പാർട്ട്. ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്ത ആ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ബിക്കോസ്. ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ജെയിൻ ഡിഡിന്റ് അറ്റൻഡ് വർക്ക് അതൊരു ഫുൾ സെന്റൻസ് ആണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും ഒരു കുഴപ്പമില്ല, ആ സെന്റൻസ് കംപ്ലീറ്റഡ് ആണ്. ഷീ വാസ് അൺവെൽ, അവിടെ ഷീ ആരാന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു പ്രോണമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ പോലും ആ സെന്റൻസിൽ കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഈ രണ്ട് സെന്റൻസിന് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് ഒരു കൺജങ്ഷൻ ആണ്. അടുത്ത ഒരു ഈഫ് യൂസ് ചെയ്യുന്ന സെന്റൻസിൽ നമ്മൾ ക്ലോസസ് എന്നാണ് പറയുന്നത്. ക്ലോസസ്, ഈഫ്, വെദർ, ഇങ്ങനെയുള്ള സെന്റൻസസ്, ഇങ്ങനെയുള്ള കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നതിന് ക്ലോസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇഫ് യു സ്റ്റഡി ഡിലിജന്റിന്, ഡിലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് എന്നാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ വൊക്കാബുലറിക്കകത്ത് പഠിക്കാനുണ്ട്. ഡിലിജന്റ് ഒരു ഇമ്പോർട്ടന്റ് വേർഡ് ആണ്. ഡിലിജന്റ്, ഹാർഡ് വർക്കിംഗ്, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയസ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. രണ്ട് കേസസിൽ ചോദിക്കാം. ഒന്ന് വൊക്കാബുലറി ജസ്റ്റ് സിനോണിം ആയിട്ട് ചോദിക്കും, അതേപോലെ തന്നെ വേർഡ്സ് സ്പെല്ലിംഗ് കറക്ഷനും ഇത് ചോദിക്കാറുണ്ട്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ഒരു രണ്ടെല്ലുള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ ആക്ച്വലി അവിടെ എന്തേ ഉള്ളൂ? ഒരെല്ലേ ഉള്ളൂ, ഡിലിജന്റിന് അല്ലെങ്കിൽ ഡിലിജന്റ്. അപ്പൊ ഈ വേർഡ് സ്പെല്ലിംഗ് കറക്ഷനും ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ സിനോണിംസിനും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹാർഡ് വർക്കിംഗ്, ഇൻഡസ്ട്രിയസ് എന്നൊരു അർത്ഥം കൂടിയാണ്. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ വരിക, ഇൻഡസ്ട്രിയസ് അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇഫ് യു സ്റ്റഡി ഡിലിജന്റ്ലി യു വിൽ അച്ചീവ് ഗ്രേറ്റ് റിസൾട്ട്. നീ നന്നായിട്ട് പഠിച്ചാൽ, അവിടെ ആ സെന്റൻസ് തീർന്നില്ല. അങ്ങനെ പറഞ്ഞ് നമുക്കൊരു സെന്റൻസ് നിർത്താൻ പറ്റത്തില്ല. അതൊരു ക്ലോസ് ആണ്. ഈഫ് നീ നന്നായിട്ട് പഠിച്ചാൽ, അവിടെ
ഒരു കോമ കൊടുത്തിട്ട് ബാക്കി പറയാണ് യു വിൽ അച്ചീവ് ഗ്രേറ്റ് റിസൾട്ട്. യു വിൽ അച്ചീവ് ഗ്രേറ്റ് റിസൾട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. പക്ഷെ അതിന് തൊട്ട് പിന്നെ ഒരു ക്ലോസ് ഉണ്ട്. ഓക്കെ, നീ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ക്ലോസ് വെക്കുന്നത്, നിനക്ക് നല്ല റിസൾട്ട് കിട്ടും എപ്പം നീ നന്നായിട്ട് പഠിച്ചാൽ. ഇഫ് യു സ്റ്റഡി diligently. ഓക്കെ, അപ്പൊ അവിടെ ആ ഈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺജങ്ഷൻ ആണ്, ഒരു കണക്റ്റീവ് വേർഡ് ആണ്. ഐ ഹാവൻ കംപ്ലീറ്റഡ് മൈ റെക്കോർഡ് ബട്ട് ഐ വെന്റ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് എനിവേ. അവിടെ എന്താണ്? ഒരു ഡിലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ഒരു മടിയനായിട്ടുള്ള ഒരു പേഴ്സൺ. അവൻ അവന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എന്നാലും അവൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയി എനിവേ. ഓക്കെ, അവിടെ ആ ബട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൺജങ്ഷൻ ആയിട്ടാണ്. ഓക്കെ, ഒരു കണക്റ്റീവ് വേർഡ് ആണ്. ഇനി നമ്മുടെ എക്സാമ്പിൾസിനകത്ത് ഇനിയിപ്പോ ഒരു ഓർ യൂസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഓർ യൂസ് ചെയ്ത ഒരു സെന്റൻസ് ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടെ എല്ലാവരും എഴുതണേ. ഓർ യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എല്ലാവരും ചെയ്യണം. എന്തേലും പറയുന്നുണ്ടോ? കേൾക്കത്തില്ല, മൈക്ക് മ്യൂട്ടാ. പറയുന്നതിന് കുഴപ്പമില്ല, മ്യൂട്ട് മാറ്റിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാലും മതി. ആരേലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും വേണ്ട, വിധിക്കോ. എന്നാൽ ആർക്കും ഒരു സെന്റൻസ് കിട്ടിയില്ല. ഓറ് കൂട്ടി. Nishant has been working in the office for 8 years. ഓക്കെ, 4 കൂട്ടിയായിരുന്നു അല്ലേ? കറക്റ്റ്. ഓ, ഞാൻ ഓർന്ന് പറഞ്ഞ എല്ലാവരും 4 എന്നാ കേട്ടല്ലേ? എന്നാ 4 കൂട്ടി എഴുതിക്കോ, നോ പ്രോബ്ലം. ഓക്കെ, ഡോക്ടർ. ഓക്കെ, അവിടെ എനിക്ക് കുറച്ചുകൂടെ നല്ല ബിക്കോസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇവന്റെ ഡോക്ടർ ബിക്കോസ് ഹി വാസ് ഫീലിംഗ് നല്ലത്. ഓരോ ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും മനസ്സിലെങ്കിലും എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവാം. എന്തായാലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. ഈ ഫോറും സിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിലപ്പോൾ പറയാറില്ലേ, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ദർ. ഇപ്പം 10 years ആയിട്ട് നമ്മൾ ഒരിടത്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 4 ആണോ സിങ്സ് ആണോ യൂസ് ചെയ്യുന്നത്? 10 വർഷമായിട്ട് ഒരിടത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു,
ഐ വാസ് സ്റ്റഡിങ് ദയർ ഫോർ ആണോ സിൻസ് ആണോ? ഐ വാസ് സ്റ്റഡിങ് ദയർ ഫോർ 10 years ആണോ? ഐ വാസ് സ്റ്റഡിങ് ദയർ സിൻസ് 10 years ആണോ? ഫോർ പറയുന്നവരുണ്ട്, സിൻസ് പറയുന്നവരുണ്ട്. എല്ലാരും നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നു പറ, കറക്റ്റ് പറയാം. ഓക്കെ, അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടത് ഫോർ ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇയർ പറയുവാണെങ്കിലാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്ര വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഐ വാസ് സ്റ്റഡിങ് ദയർ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം? ഐ വാസ് സ്റ്റഡിങ് ദയർ സിൻസ് 2010 അല്ലെ 2020, അല്ലെങ്കിൽ സ്റ്റഡിങ് ദയർ സിൻസ് ലാസ്റ്റ് മാർച്ച്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പറയുവാണെങ്കിൽ ആ അന്ന് തൊട്ട് ഞാൻ ഇവിടെ പഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, സിൻസ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ പഠിക്കുകയായിരുന്നു, വർക്ക് ചെയ്യായിരുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 7 മണി തൊട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിൻസ്. ഓക്കെ, ഞാൻ 1 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? ഫോർ ഉപയോഗിക്കണം. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ടൈമിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ 1 മണിക്കൂറായിട്ട് ആ ഒരു ഡ്യൂറേഷനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഡ്യൂറേഷൻ പറയുമ്പോൾ എന്താണ്? ഫോർ ഉപയോഗിക്കണം. ഐ വാസ് പ്ലേയിങ് ഇൻ ദ ടർഫ് ഫോർ 1 year, അല്ലെങ്കിൽ 1 year 1 hour, അല്ലെങ്കിൽ ഐ വാസ് പ്ലേയിങ് ഇൻ ദ ടർഫ് സിൻസ് 7 o'clock. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം പറയുമ്പോൾ സിൻസ്, ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയോ? നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ വരുന്നതല്ല, നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ വരുന്നതല്ല, ഞാൻ എക്സ്ട്രാ അങ്ങനെ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞതാ. കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവം. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ കൺജക്ഷനകത്ത് തന്നെ ഇത് നിങ്ങളിപ്പം ജസ്റ്റ് ഇത് ഞാൻ ഇതിനകത്ത് നിന്ന് കയറ്റിയതേ ഉള്ളൂ. ഇതിപ്പോ അത്ര കാര്യമായിട്ട് പഠിക്കേണ്ട. നമുക്ക് ഇതിനകത്ത് ഇത് കൺജക്ഷൻ നമ്മൾ മറ്റേ പ്രോണൗൺസിനകത്ത് കുറച്ചായിട്ട് തിരിച്ച പോലെ ഇവിടെ തിരിച്ചേക്കുന്ന അത് ആ തിരിവൊന്നും നമ്മൾ പഠിക്കണ്ട. ജസ്റ്റ് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചിട്ട് ഇത് ഏതൊക്കെയാണ് കൺജങ്ഷൻ എന്നുള്ളതാണ്. ആൻഡ്, ബട്ട്, ഓർ, നോർ, ഇതിന്റെ തുടക്കത്തിലെ എക്സാമ്പിൾസിനകത്തുണ്ട്. ഓക്കെ, ഇതെല്ലാം കൺജക്ഷൻസിന്റെ ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് മാത്രം നോക്കാം. ചുമ്മാ ഒന്ന് വായിച്ചോണ്ടിരുന്നു. നമുക്കൊരു സെന്റൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് യൂസ് ചെയ്തത്, ഇതിൽ ഏതാണ് കൺജക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം ഈ നെയ്തർ ഓർ, നെയ്തർ നോർ ഇതൊക്കെ കുറച്ച് നമ്മൾ നന്നായിട്ട് കുറെ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ അതിനകത്ത് സിംഗുലർ പാർട്ട് വരുമ്പോൾ, പ്ലൂറൽ പാർട്ട് വരുമ്പോഴൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാത്തത്, പിന്നെ എടുക്കും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഇതെല്ലാം കൺജക്ഷൻസ് ആണെന്നൊന്ന് ഓർത്ത് വെക്കുക. ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എയ്തർ ഓർ, നെയ്തർ നോർ, വെദർ ഓർ. ഓക്കെ, ഇതിനെല്ലാം കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വായിച്ചു വെക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് തറവാക്കാം. ഐ ലൂസ് മൈസെൽഫ് ഇൻ ദ മ്യൂസിക് വെനെവർ ഐ പ്രാക്ടീസ് പിയാനോ. ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഞാൻ ആ സംഗീതത്തിൽ മുഴുകി പോകുന്നത്. വെനെവർ ഒരു മിനിറ്റ്.
കീബോർഡ് കൊണ്ട് താഴെ വന്നു. കാണാലോ അല്ലേ? ഓക്കെ, അപ്പൊ കൺജങ്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. സ്ക്രീനൊക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ, അതാണ് ഇന്റർജങ്ഷൻസ്. ഓക്കെ, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അത്തരം വേർഡ്സിനെയാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ കുറച്ച് എക്സാമ്പിൾസ്: ഓ, വാവ്, അലാസ്, ഇപ്പി, ഈ ടൈപ്പ് കുറച്ച് വേർഡ്സ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കുക ഈ വാവ്, അലാസ്, ഓയാണ്. ഈ മൂന്നെണ്ണമാണ് നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുക. ഈ ഓ വാവും ഒക്കെ എന്താണ്? ഒരു സർപ്രൈസിന് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്. ഈ ഓയിന് എപ്പോഴും അങ്ങനെ സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഓ ചിലപ്പോൾ സാഡ്നെസ്സിനെ സൂചിപ്പിക്കാറുണ്ട്. വാവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷം അല്ലെങ്കിൽ സർപ്രൈസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അലാസ് എന്താണ്? അതൊരു സങ്കടമാണ്. സങ്കടത്തെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലാസ്. ഇപ്പി എന്ന് പറയുന്ന ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കി: വാവ്, വാട്ട് ആൻ ഇംപ്രസീവ് പെർഫോമൻസ്. ഒരു സർപ്രൈസ് ആണ് വാവ്. അവിടെ എന്തുണ്ടാവും? എപ്പോഴും ഇതിലൂടെ എന്തുണ്ടാവും? ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഈ സാധനം ഉണ്ടാവും. എന്താണ്? എക്സ്പ്ലനേഷൻ മാർക്ക് ഉണ്ടാവും എപ്പോഴും. ഓക്കെ, ഇത്തരം വേർഡ്സിന്റെ കൂടെ, ഇന്റർജെക്ഷൻസിന്റെ കൂടെ എപ്പോഴും എക്സ്പ്ലനേഷൻ മാർക്ക് ഉണ്ടാവും. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ജസ്റ്റ് ഈ വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഓ, വാവ്, അലാസ്, ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കൂടെ ഇപ്പി കൂടെ പഠിച്ചു വെച്ചോ. ചോദിക്കുകയാണെങ്കിൽ എഴുതാലോ, PSC അല്ലേ? അലാസ്, ദാറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. അവിടെ എന്താണ്? അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതൊരു സങ്കടകരമായ കാര്യമാണ്, ഇത് നിർഭാഗ്യകരമായിരുന്നു. അലാസ്. വി വോണ്ട് ദ കോമ്പറ്റീഷൻ. അവിടെ സന്തോഷമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കോമ്പറ്റീഷൻ ജയിച്ചതിനുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പി. അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഓക്കെ, അത്രയാണ് ഇന്റർജെക്ഷനെ പറ്റി പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ചും പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇന്ന് പഠിച്ചതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് കുറച്ച് വൊക്കാബുലറീസ് കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് എന്ത് വൊക്കാബുലറീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടെ നമുക്ക് ഇന്ന് തുടങ്ങി വെക്കണം. നമുക്ക് കുറച്ച് സിനോണിംസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ച നാളുകളും കൂടാതെ ഇന്ന് പഠിച്ചതാണ് അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. അതിനകത്ത് ഫസ്റ്റത്തെ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്തായിരുന്നു? നൗൺസിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരിക, നൗൺസിനെ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോനൗൺസിനെ വിശേഷിപ്പിക്കുന്നതായിരുന്നു എന്ത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ സിറ്റിയും കാമുമാണ് നിങ്ങൾ നോക്കണം. ഓക്കെ, കാം ആയിട്ടുണ്ടായിരുന്നു ആ സിറ്റി. ഹ്യൂജ് എലിഫന്റ്. ആ എലിഫന്റിന്റെ സൈസിനെ പറ്റി പറയാണ്. വെദർ ബ്യൂട്ടിഫുൾ വെദർ. ആ വെദറിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനത്തെ വെദർ ആയിരുന്നു? ബ്യൂട്ടിഫുൾ അല്ലായിരുന്നുണ്ട്, ഒരു സ്റ്റോമി വെദർ ആയിരുന്നു അങ്ങനെ പറയായിരുന്നു. ശക്തമായി കൊടുക്കാറ്റുള്ള ഒരു വെദർ, അല്ലെങ്കിൽ ഒരു ഗ്ലൂമി വെദർ, സങ്കടകരമായ ഒരു വെദർ. അങ്ങനെ എന്ത് പറഞ്ഞാലും അതെന്താണ്? അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരും. പക്ഷെ ഇത് നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെദർ ആയിരുന്നു. ദെൻ ബ്ലൂ ഡ്രസ്സ്, ഡ്രസ്സിന്റെ കളർ, അല്ലെങ്കിൽ ഒരു ബിഗ് ഡ്രസ്സ്, സ്മോൾ ഡ്രസ്സ്, അങ്ങനെ എന്ത് പറഞ്ഞാലും അതെന്താണ്? അഡ്ജക്റ്റീവ്. ആ ഡ്രസ്സിനെ പറ്റി കൂടുതൽ വിശേഷണം കൊടുക്കുകയാണ്. ഓക്കെ,
ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, ടോൺ ഡ്രസ്സ്, ടോൺ എന്ന് വെച്ചാൽ കീറിപ്പോയ ഒരു ഡ്രസ്സ്. ഓക്കെ, അങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെ എന്താണ്, അത് അഡ്ജക്റ്റീവ് ആണ്. ആ ഡ്രസ്സിനെ പറ്റി കൂടുതലും നമുക്ക് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ്. യങ്ങർ സിബ്ലിംഗ്, ആ സിബ്ലിങ്ങിന്റെ പൊസിഷൻ കാണിക്കുകയാണ്. നമ്മൾക്കാര് ഇളയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അത്രമായിരുന്നു നമ്മൾ അഡ്ജക്റ്റീവ്സിനെ പറ്റി പറഞ്ഞു. ദെൻ പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് എന്തായിരുന്നു? പൊസിഷനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, അവിടുത്തെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഇന്ന്, ഔട്ട്, ബിസൈഡ്സ്, ഇൻ ഫ്രണ്ട് ഓഫ്, ഓവർ, ഓണ്, അണ്ടർ, നിയർ, ഫാർ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ടോയ്സ് അണ്ടർ ദ ബെഡ്, ദ ബോയ് ഹിഡ് ഹിസ് ടോയ്സ് അണ്ടർ ദ ബെഡ്, ബെഡിന് താഴെ. ദെൻ നിയർ മൈ സ്കൂൾ, സ്കൂളിനടുത്ത്. ഓവർ ദ ഫെൻസ്, മതിലിന് മുകളിലൂടെ. ഓക്കെ, പൊസിഷൻസ് ആണ്. അപ്പൊ അങ്ങനെ പൊസിഷൻസിന് കാണിക്കുന്ന വേർഡ്സ് ആണ് എന്ത്? പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് കഴിഞ്ഞ് നമ്മൾ പോയത് കൺജങ്ഷൻസിലേക്കായിരുന്നു. അതെന്തായിരുന്നു? കണക്റ്റിംഗ് വേർഡ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് അതിന്റെ ഓരോ ഫോറ്. അത് കൂടാണ്ട് നമ്മൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ എക്സാമ്പിൾസ് പഠിച്ചു. നെയ്തർ, നെയ്തർ നോർ, വെദർ ഓർ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നെയ്തറിനോട് ഓറ് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനത്തെ ഈ സംഭവം മെയിൻ ആയിട്ട് വരുന്നത് സെന്റൻസ് കറക്ഷൻസിലാണ്. നെയ്തറിന്റെ കൂടെ ചിലപ്പോൾ നോറൊക്കെ തന്നുവിടും, നെയ്തറിന്റെ കൂടെ ചിലപ്പോൾ ഓറ് തരും, ആൻഡ് തരും, ബട്ട് തരും. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സസ്പിഷ്യസ് ആയിരിക്കണം. ഇവിടെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ തോന്നുന്നു. അപ്പം ആ ടൈപ്പ് എന്താണ് സെന്റൻസ് കറക്ഷൻസിനാണ് ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. അതല്ലാണ്ട് താഴെ തന്നിരിക്കുന്ന ഈ കൺജങ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ട് ഇത് തന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് കൂടെ നമ്മൾ എക്സ്ട്രാ പഠിച്ചു. ഇവിടെ ആഫ്റ്റർ, ആസ്, ആഷീഫ്, ഈഫ്, സിൻസ്, സോ ദാറ്റ്, ഈ ടൈപ്പ് വേർഡ്സ് ഇതെല്ലാം എന്താണ്? കൺജങ്ഷൻസ് ആണ്. കൺജങ്ഷൻസിനൊക്കെ കുറച്ച് പാട്ടുണ്ട്, നമുക്ക് പിന്നെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമ്മൾ ജസ്റ്റ് വേർഡ്സ് ഒക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാം. ഓക്കെ, ലാസ്റ്റ് വണ്ണായിരുന്നു എന്ത്? ഇന്റർജെക്ഷൻസ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് എന്താണ്? അതിന്റെ കൂടെ എന്തുണ്ടാവും? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. നമ്മുടെ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്ന? ഇന്റർജെക്ഷൻസ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓ, വൗ ആൻഡ് അലാസ്. പിന്നെ ഇപ്പിയും കൂടെ പഠിച്ചു വെക്കുക. ഈ വൗ സർപ്രൈസ് ആണ്, അലാസ് എന്താണ്? സങ്കടമാണ്, ഓ ഒരു തരത്തിൽ സങ്കടമാണ്, ഇപ്പി എന്താണ്? സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. ഇനി നമുക്ക് ഇത് കൂടുതൽ തറവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സൈഡിൽ ആദ്യത്തെ 4 ഇല്ലേ, ആ 4 ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടും. അതായത് ഇപ്പൊ 1 എന്ന് കൊടുത്ത് വെച്ചിട്ട് അതിന്റെ ആൻസർ എ ആണോ ബി ആണോ, ദെൻ 2 എന്ന് കൊടുത്തിട്ട് ഒരു ഹൈപ്പൻ ഇട്ടിട്ട് അതിന്റെ ആൻസർ. അങ്ങനെ ഫസ്റ്റ് ആദ്യത്തെ 4 മാത്രം. പെട്ടെന്ന് ചെയ്തേ, നിങ്ങൾ ചെയ്താലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്തു. ഇതിനകത്ത് എല്ലാ ടൈപ്പും ഉണ്ടാവും നമ്മൾ ഇതുവരെ പഠിച്ചതിന്. എല്ലാവരും ചെയ്യണം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്ര നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. നാലെണ്ണം ഒരുമിച്ച് ആൻസർ ചെയ്താൽ മതി.
എന്താണ് ആൻസേഴ്സ് ഒന്നും കാണാത്തത്? പെട്ടെന്ന് ചെയ്തേ, സിമ്പിൾ അല്ലേ? ഇത് ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, ഒരാൾ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരും ചെയ്തേ. ആൻസറിലോട്ട് നോക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ഒരു തെറ്റുണ്ട് കേട്ടോ, അത് വിട്ടേക്ക്. അവിടെ പ്രോണൗൺ ചോദിച്ചിട്ട് രണ്ടെണ്ണം അറിയാമില്ല, സോറി, അത് കമ്പയർ ചെയ്ത് മിസ്റ്റേക്ക് ആണ്. തേർഡ് വിട്ടേക്ക്. തേർഡിനകത്തെ മിസ്റ്റേക്ക് എന്താ? അവിടെ ആ ഷീ വെന്റ് സ്റ്റോറിനകത്ത് ഷീ എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. ആ ദൈ ആർ പ്ലേയിങ് ഔട്ട്സൈഡിലെ ദൈയും പ്രോനൗൺ. അപ്പൊ ഫസ്റ്റത്തേതും കൂടെ ഡോഗ് എന്ന് പറയുന്നത് പക്ഷെ ഒരു പ്രോപ്പർ ഉള്ള ഒരു കോമൺ നൗണാണ്. അപ്പൊ ഫസ്റ്റത്തേതും കൂടെ ഒരു പ്രോനൗൺ ആയിരുന്നെങ്കിൽ ഓൾ ഓഫ് ദി അബവ് കൊടുക്കായിരുന്നു. അപ്പം ഇത് PSC സാധാരണ ഉണ്ടാക്കുന്ന ഒരു തെറ്റ് പോലെ നമുക്ക് തരും, ഞാൻ ഉണ്ടാക്കിയ തെറ്റാണെങ്കിൽ. ഓക്കെ, നമുക്കിനി ഒരുപാട് സമയം കളയണ്ട, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ നോക്കിയേ. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ ചെയ്തു. ഒരു മിനിറ്റ് എടുത്തരാവേ. കുറച്ചാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രോനൗൺ? ഇതിനെ തന്നിരിക്കുന്ന, സോറി, പ്രോനൗൺ പോട്ടെ, പ്രോപ്പർ നൗൺ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു പ്രോപ്പർ നൗൺ? പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സ്ഥലങ്ങളുടെ പേര്, ആളുകളുടെ പേര്, ഫെസ്റ്റിവൽസ്, ഇതൊക്കെയാണ് പ്രോപ്പർ നൗൺ. അപ്പൊ ഫസ്റ്റത്തെ നോക്കി, ഡോഗ്, അത് ഒരു പ്രോപ്പർ നൗൺ അല്ല, കോമൺ നൗൺ ആണ്. സിറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ബുക്ക് കോമൺ നൗൺ ആണ്. അപ്പൊ അവിടുത്തെ പ്രോപ്പർ നൗൺ ഏതാ? സ്ഥലപ്പേരായിട്ടുള്ള ലണ്ടൻ ആണ്. ഓക്കെ, ആ ലണ്ടൻ നിങ്ങൾക്ക് അല്ലാണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ലണ്ടന്റെ L ക്യാപിറ്റലാണ്. പ്രോപ്പർ നൗണിന്റെ മാത്രമേ എന്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാവുള്ളൂ. ഇതിന്റെ എല്ലാം സ്മോൾ തന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ ക്യാപിറ്റൽ കൊടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാക്കിയുള്ളതിന്റെ എല്ലാം ഈ ക്വസ്റ്റ്യനകത്ത് സ്മോൾ ആണ്. കാരണം ഇത് ജസ്റ്റ് ഓപ്ഷൻസ് മാത്രം ആയതുകൊണ്ട് ഫസ്റ്റത്തേത് വേണം ക്യാപിറ്റൽ കൊടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഏതായാലും ഇവിടെ നമ്മുടെ റൂൾസ് എല്ലാം ഇത് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലണ്ടൻ മാത്രമേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ നോക്കരുത്, അത് സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് അതെന്താണ്, ഒരു പ്രോപ്പർ നൗൺ ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് is the verb
ക്വിക്ലി ഇൻ ദ സെന്റൻസ് ഷീ റാൻ ക്വിക്ലി. അവിടെ റാൻ എന്ന് പറയുന്ന ഒരു വെർബാണ്. ക്വിക്ലി എന്താണ്? ആ വെർബിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അവൾ എങ്ങനെ ഓടി എന്ന് പറഞ്ഞിരിക്കുക, ക്വിക്ലി, പെട്ടെന്ന്. അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വർബാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആഡ്വർബാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിട്ടേക്കാൻ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് പ്രോനൗൺ ആക്കി? ഈ ഷീയും പ്രോനൗൺ ആണ്, ദയും പ്രോനൗൺ ആണ്. അപ്പൊ മുകളിലത്തേതോട് പ്രോനൗൺ ആയിരുന്നെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് പറയായിരുന്നു. അപ്പൊ അതൊരു ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താലും തെറ്റിപ്പോയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ചെയ്തില്ലേലും കിട്ടും. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ വെർബ് ഇൻ എ സെന്റൻസ്? വെർബ് എന്താണ് നമ്മൾ പറഞ്ഞത്? ടു ഷോ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഓക്കെ, ആക്ഷൻ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വെർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് ചെയ്യുന്നുണ്ടല്ലേ, കൊള്ളാം, നല്ലത്. എന്നാ അടുത്തത് പറഞ്ഞേ. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദ വേർഡ് ബ്യൂട്ടിഫുൾ? നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചോളൂ. ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഏത് ഓപ്ഷനാണെന്ന് എല്ലാവരും പറഞ്ഞു? വെർബാണോ, നൗൺ ആണോ, ഒരു അഡ്ജക്റ്റീവ് ആണോ, അഡ്വർബ് ആണോ? മൈക്ക് ഓൺ ആക്കി പറയാൻ കുഴപ്പമില്ല. കറക്റ്റ്, അഡ്ജക്റ്റീവ് ആണ് അല്ലെ? ബ്യൂട്ടിഫുൾ ഡ്രസ്, ആ ഡ്രസ്സിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതൊരു അഡ്ജക്റ്റീവ് ആണ്. ഇതിനകത്തൊക്കെ എവിടെയും നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ്സ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് പോകണം. ഓക്കെ, എന്തുകൊണ്ടാണ് അഡ്ജക്റ്റീവ് ആയതെന്നോ എന്തുകൊണ്ടാണ് അഡ്വർബ് ആയതെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ളതാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചോളാം. ഓക്കെ, ഏതർ ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദീസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇന്റർജെക്ഷൻ? ഇന്റർജെക്ഷനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? വാവ്, അലാസ്, ഓ, ഇപ്പി, ഇങ്ങനെയുള്ള വേർഡ്സ് ആണ്. ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ? വാവ്, കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്, ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. What is the preposition in the sentence? The cat jumped over the fence. Correct. ഏതാണ് അവിടെ? ഓവർ ആണ് അവിടുത്തെ പ്രിപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മതിലിന് മുകളിലൂടെ. ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ അകത്ത് തന്നെ ഉള്ളതായിരുന്നു. അതിനകത്ത് ഈ ഫെൻസ് ഓവറൊക്കെ തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും കമന്റ് ചെയ്യുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുന്നവരത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് നമുക്ക് ഇരിക്കാൻ മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലാവും. ഓക്കെ, അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? അത് കുഴപ്പമില്ല, ആ ക്വസ്റ്റ്യൻ വിട്ടേക്ക്, നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വേണമെന്ന് നോക്കാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കി. ആൻഡ്, ബട്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത വളരെ കുറവാട്ടോ. ആൻഡ്, ബട്ട്, ഓറ്, നോറ്, ഫോറ്, സോയ്, യെറ്റ്, ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ആൻഡ് ഉണ്ട്. ആൻഡ് ആണ് ഇതിനകത്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ചുമ്മാ നോർത്തിരുന്നോ, അതെ, കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്, ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഗ്രൂപ്പ് ഓഫ് തിങ്സോ. ഓക്കെ, കറക്റ്റ്. ടീമാണ് ഇവിടുത്തെ കളക്റ്റീവ് നൗൺ. ബാക്കിയുള്ള ഇതെല്ലാം നൗൺസ് ആണ്, പക്ഷെ ഒരു കളക്ഷൻ ആയിട്ട് പറയുന്ന ഏതിന് മാത്രമേ ഉള്ളൂ? ടീമാണ്, ആളുകളുടെ ഒരു കൂട്ടത്തെ, ടീം. അപ്പൊ അതാണ് അവിടുത്തെ കളക്റ്റീവ് നൗൺ. ഓക്കെ, ആദ്യത്തെ 9 ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ പഠിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് കയറി വരും. നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഇതൊക്കെ.
അതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ചോദിച്ചില്ലേ? ഇവിടെ എവിടെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇതിൽ ഏത് ഓപ്ഷനിലാണ് എന്തിനേലും കമ്പയർ ചെയ്തിരിക്കുന്നത്? കറക്റ്റ്. ആ സെക്കൻഡ് ഓപ്ഷൻ നോക്കി. ദിസ് യെസ് 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 കറക്റ്റ്, എന്തായാലും ശരിയാണ്. ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദാറ്റ് ബുക്ക്. ആ ബുക്കിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് ഏത്? നമ്മൾ ഈ പറയുന്ന ദിസ് ബുക്ക്. അപ്പൊ അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആണ്. അതായത് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ വിശേഷണമാണ്, ആ ബുക്കിനെ പറ്റിയുള്ള വിശേഷണമാണ്. രണ്ട് ബുക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പറയുന്ന ദിസ് ബുക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. അഡ്ജക്റ്റീവ്സ് ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, എന്നാലും നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കും മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പം ഇതൊന്ന് പരിചയത്തിലിരുന്നു. അതൊക്കെ നമ്മൾ മറ്റേ ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ്, ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് സെന്റൻസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഇതെല്ലാം വരും. ഓക്കെ, അടുത്ത ഞാൻ ഇടയ്ക്ക് നമ്മുടെ നോട്ടിലില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞായിരുന്നു ഇറഗുലർ വെർബ്സ് എന്താണ്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ഇറഗുലർ വെർബ്? ഈ സെയിം, എനിക്ക് തോന്നുന്നു ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാൻ അവിടെ ഇറഗുലർ വെർബിനെ പറ്റി പറഞ്ഞത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ഇറഗുലർ വെർബ്? ഇറഗുലർ വെർബ്സ് എന്തായിരുന്നു? സാധാരണ വെർബിന്റെ കൂടെ ഈഡ് ചേർക്കുമ്പോൾ നമുക്ക് അതിന്റെ പാസ്റ്റ് ഫോം കിട്ടും. അങ്ങനെ ഈഡ് ചേർത്ത് കിട്ടാത്ത അങ്ങനെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. അതുകൊണ്ട് അതായത് ചെറിയൊരു സാമ്യം ഉണ്ടാകും, പക്ഷെ ഈഡ് ചേർക്കുമ്പോൾ അല്ല നമുക്ക് അതിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടാൻ. അങ്ങനെയുള്ള വേർഡ്സ് ആണ് എന്താ? ഇറഗുലർ വെർബ്സ്. കറക്റ്റ്. ഓപ്ഷൻ ബി ആണ്. റൺ ആണ് കറക്റ്റ് ആൻസർ. വാക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? വാക്ക്. ജമ്പ് ജമ്പ്. ചോക്ക് ചോക്ക്. പക്ഷെ റൺ എന്താണ്? റണ്ണ് റാൻ ആണ് അതിന്റെ പാസ്റ്റ് ടെൻസ്. ഇത് ചേർക്കുമ്പോൾ അല്ല നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ആണ്. റണ്ണാണ് അവിടുത്തെ ഇറഗുലർ വെർബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ സെന്റൻസ് ദേ വാക്ക് ടു ദ പാർക്ക്, വിച്ച് വേർഡ് ഈസ് എ നൗൺ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നൗണ്? പെട്ടെന്ന് പറഞ്ഞേ. കറക്റ്റ് ആണ്. എല്ലാവർക്കും കിട്ടിയോ? ഏത് വേർഡാണ് ഇതിനകത്തെ നൗണ്? ഓക്കെ, പാർക്കാണ്. കറക്റ്റ് കറക്റ്റ്, പാർക്കാണ് നൗൺ. അങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനകത്ത് ആ ദേ എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് വരും? ദേ നമ്മൾ പഠിച്ചതിനകത്ത് ഏത് വരും? അത് ദേ എന്ന് പറയുന്നത് കറക്റ്റ് പ്രോനൗൺ ആണ്. ദേ പ്രോനൗൺ ആണ്. വോക്കോ? വോക്ക് ഏതിനകത്ത് വരും? കറക്റ്റ് വെർബ്. ഓക്കെ, താഴത്ത് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻ ആൻ അഡ്വർബ്? താഴെ തന്നിരിക്കുന്ന ഈ അഡ്വർബ് ഉള്ള സെന്റൻസ് ഏതാന്ന് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് എന്നാണ് ചോദിച്ചേക്കുന്നത്.
സെന്റൻസ് ആവാം, സെന്റൻസസ് ആവാം, ഒന്നിലധികം ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ ഓക്കെ. ഏതൊക്കെയാ? എ ഉണ്ട്, ഡി ഉണ്ട്. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. പാടുന്നതിനെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്. ദ സൺ ഈസ് ഷൈനിങ്. ആ എങ്ങനെയാണ് ഷൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ജ്വലിക്കുന്നതിനെ പറ്റി ഒന്നും അവിടെ പറയുന്നില്ല. അപ്പൊ അവിടെ എന്താണ്? അഡ്വേർബ് ഇല്ല. ഷൈനിങ് എന്ന് പറയുന്ന ഒരു വെർബാണ്, അവിടെ അഡ്വേർബ് ഇല്ല. ഹി വെന്റ് ടു ദ സ്റ്റോർ. ആ വെന്റ് അവിടെ വെർബാണ്, പക്ഷെ അവിടെ അഡ്വേർബ് ഇല്ല. ഹി വെന്റ് ടു ദ സ്റ്റോർ ക്വിക്ലി എന്ന് പറയുകയായിരുന്നെങ്കിൽ അവിടെ ഒരു അഡ്വേർബ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹി വെന്റ് ടു ദ സ്റ്റോർ സ്ലോലി എന്ന് പറയുകയായിരുന്നെങ്കിൽ അവിടെ ഒരു അഡ്വേർബ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അഡ്വേർബ് ഇല്ല. ദ ഡോഗ് ബാർക്ക് ലൗഡ്ലി. ഡോഗ് എങ്ങനെയാണ്? വളരെ ഉയർന്ന ശബ്ദത്തിൽ കുരച്ചു. അപ്പൊ അവിടെ ആ ബാർക്ക് എന്ന് പറയുന്ന വെർബിന് ലൗഡ്ലി എന്ന് പറയുന്ന അഡ്വർബ് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എവിടേക്കാണ് അഡ്വർബ് ഉള്ളത്? എയിലുണ്ട്, അതേപോലെ തന്നെ ഡിയിലും ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് നോക്കിയേ. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദ വേർഡ് ആൻഡ് ഇൻ ദ സെന്റൻസ് ഐ ബോട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ? അവിടെ ആൻഡ് എന്താണ്? കറക്റ്റ്, കറക്റ്റ് ആണ്. യെസ്. എന്താണ്? കൺജങ്ഷൻ ആണ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡിനെ ബട്ടറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു കൺജംഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി. 15 നോക്കിയേ. അടുത്തതിനകത്ത് കൺജംഷൻ ഉള്ള സെന്റൻസസ് ആണ്. സെന്റൻസ് ഓർ സെന്റൻസസ്. കറക്റ്റ്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ബി ആണ്. ഹി ഈസ് ടയർഡ് ബട്ട് ഹാപ്പി. ആ ബട്ടാണ് അവിടുത്തെ കൺജംഷൻ. ഓക്കെ. ദ ക്യാറ്റ് സ്ലെപ്റ്റ് ഓൺ ദ കൗച്ച്. ആ ഓൺ എന്താണ്? ഓപ്ഷൻ സിയില് ക്യാറ്റ് സ്ലെപ്റ്റ് ഓൺ ദ കൗച്ചിനകത്ത് ഓൺ എന്താണ്? നമ്മൾ പഠിച്ചതിനകത്ത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? ആ, പ്രിപ്പോസിഷൻ ആണ്. പൊസിഷൻ ആണ് കാണിക്കുന്നത്. ക്യാറ്റ് കൗച്ചിന്റെ മുകളിലാണ് കിടന്നത്. സോ ഓൺ ദ കൗച്ച്. ഓൺ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്, പൊസിഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നൗൺ? ഒന്നും കൂടെ നോക്കിക്കേ. നൗൺ ആണ് ചോദിച്ചിട്ടുള്ളത്. നൗൺ ഇല്ലേ? സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പാടുക എന്നുള്ള അർത്ഥമാണ്. അതൊരു വെർബാ. സോങ് ആണെങ്കിൽ അത് നൗണാണ്. സിംഗ് പാടുകയാണ്. സോങ് പാട്ട്. പാട്ട് ഒരു നൗൺ. ക്വിക്കിലി അല്ല. ക്വിക്കിലി എന്തായിരുന്നു? അഡ്വർബ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ അല്ല. ബ്യൂട്ടിഫുൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഏതാണ്? ഹാപ്പിനെസ്. ഹാപ്പിനെസിന്റെ അർത്ഥം എന്താ? സന്തോഷം. സന്തോഷം ഒരു നൗണാണ്. സന്തോഷം, ദുഃഖം, സാഡ്നെസ്, ഇതൊക്കെ നൗണാണ്. ഓക്കെ, അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. ഡൗട്ട് ഉണ്ടോ? ഇമോഷൻസ് നൗണാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത് ഓർത്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് തെറ്റിക്കാൻ സാധ്യതയുള്ള
ഒരു പാർട്ടാണ്. ഇമോഷൻസ് നൗൺ ആണോ എന്നുള്ളത്. അപ്പൊ ഹാപ്പിനെസ്, സാഡ്നെസ്, ജോയ് ഇതൊക്കെ എന്താണ്? നൗൺ ആണ്. ഓക്കെ, അടുത്ത നോക്കി. വിച്ച് വേർഡ് ഇസ് ആൻ അഡ്ജക്റ്റീവ്? പെട്ടെന്ന് പറഞ്ഞു. സിമ്പിൾ. കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ്, ക്വിക്ലി. കാറ് നൗണാണ്, റണ്ണ് വെർബാണ്, ടോള് അഡ്ജക്റ്റീവ് ആണ്, ക്വിക്ലി ആണ് അവിടുത്തെ. സോറി, ടോള് ഏതാണ്? ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യനോട് നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടത് ലൈക്ക് ഹി വാസ് ടോൾ, ഹീസ് ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്, ഇക്കിലേ ഉണ്ട്, ടോളും ഉണ്ട്. സെന്റൻസിനെ അനുസരിച്ചിരിക്കും. നമുക്ക് സെന്റൻസ് വന്നിട്ടാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിലൂടെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. She runs very every morning. Correct. ഓക്കെ, അടുത്തൂടെ പറഞ്ഞേ. ലൗഡ്ലി ഒരു ഹാർഡ് വർക്കാണ്. ഓക്കെ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേണ്ടത്? ഇത് വേണ്ട, ഏതായാലും വേണ്ട. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോ 19 എണ്ണത്തിന് നമുക്ക് റൗണ്ട് ഫിഗർ ആക്കാം. 20 വരച്ച് 20 പറഞ്ഞു. Which of the following is a pronoun? ബിയർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയുന്ന പോലെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യണം. അവസാനം ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് ഒന്നും നോക്കാൻ പോകണ്ട. മൊത്തം ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ഈ 20 കഴിഞ്ഞിട്ട് 21 തൊട്ട് 50 വരെ നമ്പർ ഇടണം. എന്നിട്ട് ഇതിന്റെ എല്ലാ ആൻസേഴ്സ് ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞിട്ട് അവസാനം മാത്രം ഈ ആൻസേഴ്സ് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിസ്റ്റേക്സ് ഉള്ളതാണെങ്കിൽ അത് അവിടെ ചെയ്യാണ്ട് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലാത്തതിന്റെ എല്ലാ ആൻസേഴ്സും കണ്ടുപിടിക്കുക. ഇപ്പം കുറച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ അവിടെ ഇട്ടേക്കുക. ബാക്കിയുള്ളത് എല്ലാത്തിന്റെ ആൻസേഴ്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസേഴ്സ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുക. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ച് നേരം കൂടെ ക്ലാസ് എടുക്കാമല്ലോ. കുറച്ച് സിനോണിംസ് എടുക്കട്ടെ. തിരക്കില്ലല്ലോ. ഒക്കാനോ നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ? ഓക്കെ, നമുക്ക് ഏകദേശം 8:30 കൂടി നിർത്താം.
കുറച്ച് സിനോണിംസ്. കഴിഞ്ഞ തവണ എനിക്ക് കുറച്ചു പേരൊക്കെ ഇതിന്റെ മലയാളാർത്ഥം പറഞ്ഞു തന്നായിരുന്നു. പര്യായ പദങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതിന്റെ കൂടെ ഇതിന്റെ ആൻസേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റത്തിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഒബ്നോക്ഷ്യസ്. എങ്ങനെ വായിക്കുന്നു? ഒബ്നോക്ഷ്യസ്. ഓക്കെ, ഒബ്നോക്ഷ്യസിന്റെ അർത്ഥം ഡിസ്കസ്റ്റിംഗ്. ഈ ഫിൽത്തിയും ഏകദേശം സെയിം മീനിങ് വരും. ഓക്കെ, ഏത് ഇപ്പൊ ഡിസ്കസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ്റ്റിംഗ് കൊടുത്ത്, അല്ലെങ്കിൽ ഫിൽത്തി ആണ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫിൽത്തി ഇതിന്റെ ആൻസർ ആയിട്ട് വരും. ഡിസ്കസ്റ്റിംഗിന്റെ അർത്ഥം എന്താണ്? ഒട്ടും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അറപ്പുളവാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കസ്റ്റിംഗ് പഠിച്ചത്. അറപ്പുളവാക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡെലീഷ്യസ് എന്ന് പറയുന്നത്. ഡെലീഷ്യസ്, സ്വാദുള്ള. ഓക്കെ, നമുക്ക് താല്പര്യമുള്ള, സ്വാദുള്ളതാണ് ഡെലീഷ്യസ്. അപ്പം ഡിസ്കസ്റ്റിംഗ് എന്നുള്ള വേർഡിന്റെ ആന്റോണിമാണ് എന്ത്? ഡെലീഷ്യസ്. ഓക്കെ, ഡിപ്രസിംഗ് അറിയാം, നമുക്ക് സങ്കടകരമായ കാര്യം ഡിപ്രസിംഗ്. അതല്ല ഇതിന്റെ മീനിങ്. ഒബ്നോക്ഷ്യസിന്റെ മീനിങ് ആണ് ഡിസ്കസ്റ്റിംഗ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് വേർഡ് പഠിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് കവനന്റ്. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാമോ? എന്താണ് ഒരു കവനന്റ്? യെസ്, കറക്റ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. കവനന്റ് എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്ട് ആണ്, ഒരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്. ഓക്കെ, കോൺട്രാക്ട്, കവനന്റ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട്, ബുക്കോ പേപ്പറോ, തുടക്കത്തിൽ തന്നെ പറയാൻ മറന്നു ഒരു ബുക്ക് എടുത്ത് വെച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങളൊരു നോട്ട്സ് ഉണ്ട്, നോട്ട്സ് എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഭാഗം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഗ്രാമർ എഴുതി വെച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷെ വൊക്കാബുലറി പാർട്ട് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് എഴുതുക. ഓക്കെ, ഇന്നത്തെ കുഴപ്പമില്ല, കുറച്ച് വേർഡ്സേ ഉള്ളൂ. നിങ്ങളൊരു പേപ്പർ എഴുതിയിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല. ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കിലോട്ട് എഴുതുക, ഈ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മലയാളം മീനിങ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും. ഞാൻ മലയാളം മീനിങ് എഴുതുന്നില്ല, പക്ഷെ ഇതിന് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് വെച്ച് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കോഡ്സ് ഒക്കെ ഇതിന്റെ കൂടെ സൈഡിൽ എഴുതി വെക്കാൻ പറ്റും. നമുക്ക് ഒരു ലക്ഷ്യമുള്ളൂ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക. ആ ഒരു മാർക്ക് ഒരു മാർക്ക് കിട്ടുന്നെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എന്ത് മലയാളം വേണമെങ്കിലും എഴുതി വെക്കാം. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എന്ത് ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഓർത്ത് വെക്കാം. അതൊക്കെ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. നമുക്ക് ആ പരീക്ഷ സമയത്ത് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് എന്തെങ്കിലും സൈഡിലോട്ട് എഴുതാനൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഒരു ബുക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തേത് ഒബ്നോക്ഷ്യസ്. അതിന്റെ ആൻസർ ആണ് എന്ത്? ഡിസ്കസ്റ്റിംഗ്. അതിന്റെ സിനോണിം ആണ് ഡിസ്കസ്റ്റിംഗ്. ഡിസ്കസ്റ്റിംഗ് നിങ്ങൾ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഫിൽത്തി ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫിൽത്തി എഴുതാം. ഇത് ഓൾമോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇനിയാണ് വരുന്നത്. ഓക്കെ, ഡിസ്കസ്റ്റിംഗിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡെലീഷ്യസ്. അപ്പം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നിങ്ങൾ ആൻസർ ഡിസ്കസ്റ്റിംഗ് എന്ന് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു ഈ സിമ്പിൾ നമ്മൾ സാധാരണ ആന്റോണിംസിനെ സൂചിപ്പിക്കുന്നു, ഓപ്പോസിറ്റ് വേർഡ്സിനെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെലീഷ്യസ്. നിങ്ങൾ എഴുതിക്കാം. ഓക്കെ, അടുത്ത് കവനന്റ്. കവനന്റിന്റെ ആൻസർ എന്താണ്? കവനന്റിന്റെ സിനോണിമാണ് കോൺട്രാക്ട്. ഇവിടെ ഈ സെറ്റിൽമെന്റ്
കോൺട്രാക്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്താ? സെറ്റിൽമെന്റിന് രണ്ടർത്ഥമുണ്ട്. ഓക്കെ, സെറ്റിൽമെന്റ് ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റിൽമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് താമസിച്ച് ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കുന്നതിന് ഒരു സെറ്റിൽമെന്റ് എന്ന് പറയാറുണ്ട്. പണ്ട് പുതിയൊരു സ്ഥലം, ഒരു ആൾക്കാർ താമസിച്ചിട്ട് ഉണ്ടായിരുന്നില്ലാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു കാടായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ അവിടെ കയറി ഒരു വീടൊക്കെ ഉണ്ടാക്കി അവിടെ താമസിച്ചു തുടങ്ങുക പണ്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്ന് കേട്ടിട്ടില്ല. അതായത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അതിന് ഒരു ഒത്തുതീർപ്പാക്കുക, അങ്ങനെ ഒരു മീനിങ് ഇവിടെ എന്തിനുണ്ട്? സെറ്റിൽമെന്റിനുണ്ട്. അങ്ങനെ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഹാബിറ്റേറ്റ് എന്നുള്ള ഒരു മീനിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ സെറ്റിൽ ചെയ്യുക, ഒരു ഒത്തുതീർപ്പാക്കുക, അങ്ങനെയുള്ള ഒരു മീനിങ് സെറ്റിൽമെന്റിനും ഉണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോൺട്രാക്ട് ആണ്. കവനന്റ്. കേസിൽ നമുക്ക് എന്തുകൊണ്ട് രണ്ട് മീനിങ് ഉണ്ട്. സാധാരണ നമ്മുടെ ഈ പോലീസ് കേസിലൊക്കെ പറയുന്ന പോലത്തെ കേസ്, പിന്നെ എന്താണ് കൂട്, കേജ്, അങ്ങനെയുള്ള അർത്ഥം വരുന്നുണ്ട് ഏതിന്? കേസിന്. ബ്രീഫ് കേസ് എന്നൊക്കെ പറയുന്ന ആ കേസിന്റെ ആ ഒരു അർത്ഥം കൂടെ ഉണ്ട് കേസിനുണ്ട്. ഓപ്പൺ ഇത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഒബ്നോഷ്യസ് ഇസ് ഡിസ്കസിങ്, കവനന്റ്, കോൺട്രാക്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് കൂടെ നോക്കി വെച്ചോ. നമുക്ക് സ്പെല്ലിംഗ് കറക്ഷൻ ചോദിക്കാറുണ്ട്, നമുക്ക് എറർ, സ്പെല്ലിംഗ് എറർ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡെഫറൻസ്. എന്താണ് ഡെഫറൻസ്? അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഡെഫറൻസിന്റെ മീനിങ്? ഓക്കെ, ഡെഫറൻസിന്റെ മീനിങ് ആണ് റെസ്പെക്ട്, ആദരവ്. ഡെഫറൻസ് ആണ് ആദരവ്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഇവിടെ കോൺട്രാക്ട് ആണ്, ഇവിടെ ഓപ്ഷൻ 3 ആണ് റെസ്പെക്ട്. ഡെഫറൻസ്, റെസ്പെക്ട്. ഇപ്പൊ ഡെഫറൻസിന്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചാൽ ഒരു എഫ്, ഒരു ആറ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. രണ്ട് എഫ് ഉണ്ട്, രണ്ട് ആറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചാൽ ഇങ്ങനെയുള്ള വേർഡ്സ്, ഡെഫറൻസ്, ഒരു എഫ് ഉള്ളൂ, ഒരു ആറ് ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഇൻഡിഫറൻസ്, അവിടെ കണ്ടോ രണ്ട് എഫ് ഉണ്ട്. ഇൻഡിഫറൻസിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെയുള്ള 4 ഓപ്ഷനൂടെ വെച്ച് മൊത്തം 4 ആൻസേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. മൊത്തം 4 സിലോണിക്സ് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻഡിഫറൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡിഫറൻസിന്റെ അർത്ഥം എന്താണ്? ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് ഇൻഡിഫറൻസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതിന് തന്നെ വേറൊരു സിനോണിം ഉള്ളതാണ് ഡിസ്റിഗാർഡ്. അതിന്റെ സെയിം മീനിങ് ആണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഡിസ്റിഗാർഡ്, DISREGARD, ഡിസ്റിഗാർഡ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഡിഫറൻസ്. കിട്ടിയില്ല? നെക്സ്റ്റ് വൺ. അതിന്റെ തന്നെ അടുത്ത അടുത്ത ഓപ്ഷൻ നോക്കി, സിമ്പതി. എന്താണ് സിമ്പതി? മലയാളത്തിൽ എന്താ പറയുന്നത്? സഹാനുഭൂതി. ഓക്കെ, എന്താണ്? നമുക്ക് ഒരാളുടെ ഒരു സങ്കടകരമായ അവസ്ഥയിലുള്ള ഒരു കൺസേൺ ആണ്, ഒരു സോറി ഫീലിംഗ് ആണ് ഇത് സിമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എമ്പതി എന്താ? സിമ്പതി എമ്പതി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത്. ഓക്കെ, പോവാറോ? ആയിക്കോട്ടെ. നമ്മൾ ശരിക്കും 7 to 8 തോന്നുന്നു ഇതിനകത്ത് കൊടുക്കുന്നത്. ഒരു 8 വരെയൊക്കെ ഇരിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തി വരണം. നമുക്ക് പോർഷൻസ് ഒക്കെ തീർക്കണ്ടേ? പ്രിലിംസിനുമില്ലേ? കുഴപ്പമില്ല, പക്ഷെ മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ ഇരിക്കണം. അപ്പൊ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റില്ല എന്താണ് സിമ്പതി എമ്പതിയും തമ്മിലുള്ള ഡിഫറൻസ്?
കരുണയാണോ സാറേ? കരുണ പറഞ്ഞപ്പോ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് സഹതാപാണോ സാറേ? സഹതാപ സിമ്പതിയാണ്. എമ്പതി ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാൽ മതി. സിമ്പതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സോറി ഫീലിംഗ് ആണ് നമുക്ക് അവരോട് ഈ പറഞ്ഞ പോലെ ഒരു അവർക്ക് ആ അവസ്ഥ ഓർത്ത് നമുക്കൊരു ദുഃഖം വരിക, അതാണ് സിമ്പതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവർ ചിലപ്പോൾ കുറച്ച് ഉപദേശമൊക്കെ തെറ്റായിരിക്കും. അങ്ങനെ എമ്പതി എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതിയാണ് കുറച്ചുകൂടെ സ്ട്രോങ്. ഒരാളുടെ വിഷമം കാണുമ്പോൾ നമുക്കൂടെ ഒരു വിഷമം വരുന്നത് ദാറ്റ് ഈസ് സിമ്പതി, അവരോട് ഒരു കൺസേൺ ഉണ്ടാവുക. ബട്ട് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ പ്രോബ്ലംസ് നമ്മുടെയും കൂടെ പ്രോബ്ലം ആണെന്ന് കണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ എന്താണ് സിമ്പതി, എന്താണ് എമ്പതി എന്നുള്ളത്. കൺസേൺ ഈസ് സിമ്പതി. അവരുടെ ഓൺ ദെയർ ഷൂസ് എന്ന് പറയും, അല്ല സോറി ഇൻ ദെയർ ഷൂസ് എന്ന് പറയും. അവരുടെ ചെരുപ്പുകളിൽ നിന്ന്, ഒരു ഫ്രൈസാണ്. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് ആ പ്രശ്നം നമ്മുടേതാണെന്നുകൂടെ തോന്നി അവരെ ഹെൽപ്പ് ചെയ്യുക. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലാറ്റർ, നാലാമത്തേത്. എന്താണ് ഫ്ലാറ്റർ? ഫ്ലാറ്ററി മുഖസ്തുതിയാണ്. ഓക്കെ, അമിതമായിട്ട് പ്രൈസ് ചെയ്യുക ആരെയെങ്കിലും, മുഖസ്തുതി പറയും. അതിനെയാണ് ഫ്ലാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ വേറൊരു വേർഡ് ഉണ്ട്, അഡുലേഷൻ. ADULATION, അഡുലേഷൻ. അഡുലേഷൻ എന്നും പറയാറുണ്ട് ഇതിന് ഫ്ലാറ്ററി. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് ഈ 5 സിനോണിം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്തും. ഓക്കെ, 5 പറയുമ്പോൾ തന്നെ ഏകദേശം എത്രയാവും? ഓക്കെ, അപ്പൊ ഡെഫറൻസിന്റെ മീനിങ് റെസ്പെക്ട് ആണ്. ഇൻഡിഫറൻസ് നമ്മൾ പഠിച്ചു, സിമ്പതി പഠിച്ചു, ഫ്ലാറ്ററി പഠിച്ചു. ഓക്കെ, ഫ്ലാറ്ററിയുടെ വേറൊരു സിനോണിമാണ് അഡുലേഷൻ. ADULATION, അഡുലേഷൻ. നെക്സ്റ്റ്, അബ്രോഗേറ്റ്. എന്താണ് അബ്രോഗേറ്റ്? അബ്രോഗേറ്റിന്റെ അർത്ഥം റിപ്പീൽ എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു നിയമമോ കാര്യങ്ങളോ നമ്മൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ റദ്ദാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. റദ്ദാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഒരു കവനന്റിനെ, ഒരു കോൺട്രാക്റ്റിനെ അബ്രോഗേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റദ്ദാക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു അതിനെ ഫോർമലായിട്ട് റദ്ദാക്കുന്നതിന് പറയുന്നത് ഒരു ഫോർമൽ വേർഡാണ് ഈ അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, പക്ഷെ ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക. അതിന്റെ ഇവിടുത്തെ മീനിങ് ആണ് എന്ത്, റിപ്പീൽ. റിപ്പീൽ ചെയ്യാന്ന് വെച്ചാൽ റദ്ദാക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു ഫോർമൽ ആയിട്ടുള്ള ഈ അബ്രോഗേറ്റ് എന്ന് പറയുന്നത്. ഫോർമൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇന്ത്യൻ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം, അതേപോലെ അബ്രോഗേറ്റ് എന്നുള്ള വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഭയങ്കര, കാരണം അത്ര സ്പെസിഫിക് ആയിരിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നിയമങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത്ര സ്പെസിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ റിപ്പീൽ ആണ് അതിന്റെ ആൻസർ. ഡിസ്ട്രോയ് അറിയാം, നശിപ്പിക്കുക. ഡിലേ അറിയാം, എന്താണ്, ലേറ്റ് ആക്കുക. ഡിസ്മിസ് അറിയാം, പുറത്താക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള വേർഡ്സ്. അതൊന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമില്ല, അറിയാവുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, ലാസ്റ്റ് വൺ. അതായത് ഇന്നത്തെ ലാസ്റ്റ് വൺ. അത് ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്, കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച വേർഡും അതേപോലെ തന്നെ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് പഠിച്ച വേർഡും എല്ലാം പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യും, ചോദിക്കാം. അപ്പൊ ഇതിന്റെ അകത്തിന്റെ ആൻസർ പറയണം. നമ്മളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇംഗ്ലീഷ് ക്ലാസ് വരും. അപ്പൊ അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതെല്ലാം വായിച്ച്
ഒന്ന് റെഡി ആയിട്ടിരിക്കണം. അപ്പൊ ലാസ്റ്റ് വേർഡ് ഇൻട്രപ്റ്റഡ്. എന്താണ് ഇൻട്രപ്റ്റഡ്? ഇൻട്രപ്റ്റഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം ഫിയർലെസ് എന്നാണ്. പേടിയില്ലാത്തത് എന്നുള്ള അർത്ഥമാണ് ഇൻട്രപ്റ്റഡിന്റെ മീനിങ്. ഓക്കെ, ഫിയർലെസ്. അംബീഷ്യസ് എന്താണ്? ഉയർന്ന ചിന്താഗതിയുള്ള ആൾ, എനിക്ക് നല്ല വിഷൻസ് ഉള്ള ആളാണ് അംബീഷ്യസ്. ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം എന്നൊക്കെയുള്ള ചിന്ത, അംബീഷ്യസ്. ദെൻ ഡിറ്റർമൈൻഡ് എന്താ? ഏകദേശം അംബീഷ്യസിന്റെ ഒരു മീനിങ് തന്നെയാണ് ഡിറ്റർമൈൻഡ്. ഉറപ്പിച്ച് നമ്മളൊരു കാര്യം മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോകാൻ, ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ്. ഓക്കെ. ടോക്കറ്റീവ് എന്താണ്? ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആള്. ഓക്കെ, ടോക്കറ്റീവ് അതിനകത്ത് തന്നെ ഉണ്ട്. അതിനൊരു ഈ ടോക്കറ്റീവിന് ഒരു ഇമ്പോർട്ടന്റ് വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് ലോക്കേഷ്യസ്. ലോക്കേഷ്യസ് സ്പെല്ലിംഗ് LOUACIOUS. ലോക്കേഷ്യസ്. അത് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് വൺ വേർഡ് എന്ന് പറയുന്ന ഒരു ആ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. വൺ വേർഡ്സിനകത്ത് ചോദിക്കുന്നതാണ് ഈ ലോക്കേഷ്യസ് എന്ന് പറയുന്ന വേർഡ്. LOUACIOUS. ലോക്കേഷ്യസ്. ഒരുപാട് സംസാരിക്കുന്ന ആളിനെയാണ് ചിറ്റാക്ടർ എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് ലോക്കേഷ്യസ്. ഇവിടെ ഇന്റർപ്രറ്റിന്റെ അർത്ഥം എന്താണ്? ഫിയർലെസ് ആണ്. ഓക്കെ. ഒബ്നോക്ഷ്യസ്, ഡിസ്കസിങ്, കവനന്റ്, കോൺട്രാക്ട്, ഡെഫറൻസ്, റെസ്പെക്ട്, അബ്രോഗേറ്റ്, റിപ്പീല്, ഇന്റർപ്രിഡ്, ഫിയർലെസ്. അപ്പൊ ഈ 5 വേർഡ്സ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിന്റെ ഓപ്ഷൻസും പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പർസൺ സ്പീച്ച് പഠിച്ചു, 8 പർസൺ സ്പീച്ചും പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ബാക്കി 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ചെയ്യുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തോന്നുന്നതും ക്വസ്റ്റ്യൻ തെറ്റായിട്ട് തോന്നുന്നതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തേക്ക് നോക്കാം. തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.